ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് എക്സലിൻ്റെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ടോപ്പിക്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് പോവുക. അപ്പോഴേക്കും നമുക്ക് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരുവിധം എല്ലാ എക്സൽ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആൻ എക്സൽ ഫയൽ ഇസ് ജനറലി കോൾഡ് എ ഓർ ആൻ വർക്ക് ബുക്ക്. എക്സൽ ഫയലിനെ എന്ത് പേരാണ് വിളിക്കുന്നത്? വളരെ എളുപ്പമാണ്. എക്സൽ ഫയലിനെ വിളിക്കുന്ന പേര് വർക്ക് ബുക്ക് എന്നാണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും, എന്തായിരിക്കും വർക്ക് ഷീറ്റ്? വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ബുക്കിനകത്തുള്ള ഓരോ പേജിനെ പറയുന്ന പേര് വർക്ക് ഷീറ്റ്. വളരെ എളുപ്പത്തിലൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബുക്കില്ലേ, ബുക്കിനകത്ത് പേജസ് ഉണ്ട്. ഈ പേജുകളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് എന്ത് പേരിൽ അറിയപ്പെടും? ബുക്ക് എന്നറിയപ്പെടും. ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ പേജിന് പകരം നമ്മുടെ എക്സലിനകത്ത് ഷീറ്റ് എന്നാണ് പറയുന്നത്. കുറേ വർക്ക് ഷീറ്റിൻ്റെ കളക്ഷനാണ് ഒരു വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഈ വർക്ക് ബുക്കിനെ വേറൊരു പേര് വിളിക്കുന്നത് എന്താ? എക്സൽ ഫയൽ. രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. വർക്ക് ബുക്കിൻ്റെ വേറൊരു പേരാണ് എക്സൽ ഫയൽ. എക്സൽ ഫയലിനകത്ത് കുറേയധികം വർക്ക് ഷീറ്റ്സ് ഉണ്ട്. ഈ വർക്ക് ഷീറ്റിനെ വേറൊരു പേരും കൂടി വിളിക്കും സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ വർക്ക് ഷീറ്റിൻ്റെ വേറൊരു പേരാണ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇനിയും ഒരു കാര്യം കൂടി പഠിക്കേണ്ടത്, നമ്മുടെ വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിനകത്ത് ഇനിയും കുഞ്ഞു കുഞ്ഞു കമ്പണൻസ് ഉണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു കോളംസ് കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേര് സെൽ എന്നാണ്. ഈ സെൽസിനെ എഗെയിൻ നമുക്ക് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും തിരിക്കാം. റോസിനെ നമ്പർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, കോളംസിനെ ലെറ്റേഴ്സ് വെച്ചിട്ട് ABCD മുതലായ ലെറ്റേഴ്സ് വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് വർക്ക് ഷീറ്റിനെ പറ്റിയും വർക്ക് ബുക്കിനെ പറ്റിയും പഠിക്കേണ്ടത്. വർക്ക് ബുക്ക് എക്സൽ ഫയൽ എന്നും അറിയപ്പെടുന്നു. വർക്ക് ഷീറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്നും അറിയപ്പെടുന്നു. സ്പ്രെഡ്ഷീറ്റിൻ്റെ ഏറ്റവും ചെറിയ കമ്പണൻ്റ് സെല്ലാണ്. സെല്ലിനെ റോസും കോളംസിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എന്ന് വിളിക്കാം. ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പഠിക്കാം. ഹൗ മെനി ഷീറ്റ്സ് ആർ ദെയർ ബൈ ഡിഫോൾട്ട് വെൻ വി ക്രിയേറ്റ് എ ന്യൂ എക്സൽ ഫയൽ? ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് മൈക്രോസോഫ്റ്റ് തന്നെ താഴെ എത്ര ഷീറ്റ് ഉണ്ടാക്കും? എത്ര ഷീറ്റാണ്? 3 ഷീറ്റ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫോൾട്ടായിട്ട് 3 ഷീറ്റ്, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. ഇത് 2007 എക്സലിനകത്താണ് 3 ഷീറ്റുകൾ ഉണ്ടാവും. ഈ ഷീറ്റ് ഇരിക്കുന്ന ഈ ടാബിനെ പറയുന്ന പേര് ഷീറ്റ് ടാബ് എന്നാണ്. ഈ ഷീറ്റ് ടാബിനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 10-100 ഷീറ്റുകൾ ഉണ്ടെങ്കിൽ ഓരോ ഷീറ്റായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സ്ക്രോൾ ചെയ്ത് പോകണ്ടേ? അതിനുള്ള സ്ക്രോൾ ബാറാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഷീറ്റിൻ്റെ ടാബിൻ്റെ സ്ക്രോൾ ബാറാണ്. ഇത് കൂടാതെ പഠിക്കേണ്ടത് 3 ഷീറ്റാണ് ഡിഫോൾട്ടായിട്ട് മൈക്രോസോഫ്റ്റ് എക്സലിനകത്തുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ വർക്ക് ബുക്ക് ഈസ് ഓപ്പൺ ഫോർ ദി ഫസ്റ്റ് ടൈം ബൈ ഡിഫോൾട്ട് ദ നെയിം വിൽ ബി. വർക്ക് ബുക്ക് ആദ്യമായിട്ട് നമ്മൾ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യില്ലേ, അതിനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യമായിട്ടൊരു വർക്ക് ബുക്ക് കാണില്ലേ? കുറേ വർക്ക് ഷീറ്റിൻ്റെ കളക്ഷനാണ് വർക്ക് ബുക്ക് എന്ന് നമ്മൾ പഠിച്ചു. ഈ വർക്ക് ബുക്കിന് മൈക്രോസോഫ്റ്റ് ഒരു പേരിട്ട് കൊടുക്കും. ആ പേരെന്താണ്? താഴെ ഓപ്ഷൻ എല്ലാം കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും, പക്ഷെ അതൊന്നും നോക്കേണ്ട. ആൻസർ ബുക്ക് 1 എന്നാണ്. ബുക്ക് 1 എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഈ വിൻഡോയുടെ ഏറ്റവും മുകളിലാണ് ബുക്ക് 1 മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് എഴുതിയിരിക്കുന്നില്ലേ? ആ ബുക്ക് 1 എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ തന്നെ ആ ബുക്കിനൊരു പേരിട്ട് കൊടുക്കുന്നതാണ്. മൈക്രോസോഫ്റ്റ് ഡോക്യുമെൻറ്റ് ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്ന പേര് ബുക്ക് 1. ഇതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഹൗ മെനി റീസെൻറ്റ് ഫയൽസ് യു ക്യാൻ ഡിസ്പ്ലേ ഓൺ ഫയൽ മെനു അറ്റ് മാക്സിമം ഇൻ വേർഡ് ഓർ എക്സൽ 2007? വേർഡ് ഓർ എക്സൽ 2007ൻ്റെ ഫയൽ മെനുവിനകത്ത്, ഫയൽ മെനു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടണാണ്. ഈ ഫയൽ മെനുവിനകത്ത് എത്ര റീസെൻറ്റ് ഫയൽസ് നമുക്ക് മാക്സിമം ഓപ്പൺ ചെയ്യാം? ഈ റൈറ്റ് സൈഡിൽ റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണുന്നില്ലേ? ഇത് വന്നത് എപ്പോഴാണ്? ഈ ഒന്നുകിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഓപ്പൺ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഈ റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഡിസ്പ്ലേഡ് ആയി വരും. ഇതിൽ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിനെയാണ് അക്കമിട്ട് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര നമ്പേഴ്സ് വരെയാണ് മാക്സിമം ഇതിനകത്ത് റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സിൽ കൊടുക്കാൻ പറ്റുന്നത്? 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നതെങ്കിലും അതിന് താഴേക്കും ഡോക്യുമെൻറ്റ്സ് കാണുന്നുണ്ട്, പക്ഷേ അത് ഇതിനകത്തേക്ക് കൗണ്ട് ചെയ്തിട്ടില്ല. 9 വരെയാണ് മൈക്രോസോഫ്റ്റ് കൊടുക്കുന്ന മാക്സിമം നമ്പർ ഓഫ് റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സ്.
അടുത്തത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എക്സൽ വിച്ച് വൺ ഡിനോട്ട് എ റേഞ്ച് ഫ്രം B1 ത്രൂ E5? B1 മുതൽ E5 വരെയുള്ള റേഞ്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. B1:E5 ആണ്. കോളൻ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണ്? B1 എന്ന കോളം മുതൽ E5 എന്ന കോളം വരെയുള്ള എല്ലാ സെൽസിനെയും പോയി നോക്കുക. അത്രയും സെൽസ് ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണിക്കാൻ B1:E5. ഇനി വരുന്നത് എക്സലിലെ ഫ്രീസ് പെയിൻ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷനാണ്. ഇൻ എക്സൽ വർക്ക് ബുക്ക് ഫ്രീസ് പെയിൻസ് ഇസ് ഫൗണ്ട് ഇൻ ഡാഷ് മെനു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തുകൊള്ളുക. ക്വസ്റ്റ്യൻ എക്സൽ 2003യുടേതാണ്. നമ്മുടെ ഈ എക്സാമിന് 2003 ഇല്ലെങ്കിൽ പോലും നമ്മുടെ 2007-നകത്തും ഫ്രീസ് പെയിൻ ഉണ്ട്. ഈ ഫ്രീസ് പെയിൻ ആദ്യം പഠിക്കേണ്ടത് ഫ്രീസ് പെയിനകത്ത് എന്താണ് നടക്കുന്നത്, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് രണ്ടാമത് പഠിക്കാം. ആദ്യം ഫ്രീസ് പെയിനിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീസ് പെയിനിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ ഫ്രീസ് പെയിൻസ്, അതായത് കീപ് റോസ് ആൻഡ് കോളംസ് വിസിബിൾ വൈൽ ദ റെസ്റ്റ് ഓഫ് ദ വർക്ക് ഷീറ്റ് സ്ക്രോൾസ്. റോസും കോളംസും മാത്രം വിസിബിളാക്കി വയ്ക്കുക, ബാക്കിയുള്ളതെല്ലാം സ്ക്രോൾ ചെയ്തു പോകുന്നതിനെയാണ് ഫ്രീസ് പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ഫ്രീസ് ടോപ്പ് റോ, മൂന്നാമത്തെ ഓപ്ഷൻ ഫ്രീസ് ഫസ്റ്റ് കോളം. അതായത് ഒന്നുകിൽ ടോപ്പ് റോ ഫ്രീസ് ചെയ്ത് വെക്കുക, ബാക്കി ഒന്നും ടോപ്പ് റോ അനങ്ങരുത്, ബാക്കിയുള്ള റോസ് എല്ലാം അനങ്ങാം, പക്ഷേ ടോപ്പ് റോ മാത്രം ഫ്രീസ് ആക്കി വെക്കുക. ഇല്ലെങ്കിൽ ഫസ്റ്റ് കോളം ഫ്രീസ് ആയിട്ട് വെക്കുക. 3 ഓപ്ഷൻസ് ഉണ്ട് എന്ന് പഠിക്കുക. ഒന്നുകിൽ റോയും കോളമും ഒരുമിച്ച് ഫ്രീസ് ആക്കാം, ഇല്ലെങ്കിൽ റോ മാത്രമായിട്ട് ഫ്രീസ് ആക്കാം, ഇല്ലെങ്കിൽ കോളം മാത്രമായിട്ട് ഫ്രീസ് ആക്കാം. ഇതാണ് ഫ്രീസ് പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ ഒരു ടേബിൾ കാണുന്നില്ലേ? ഈ ടേബിളിൻ്റെ ഹെഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, അഡ്രസ്, ഇൻകം, ഇങ്ങനെ കുറേയധികം വേർഡ്സ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിന് താഴെ ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് റെക്കോർഡ്സ് താഴെ എഴുതിയിട്ടുണ്ട്. അതായത് ഒരുപാട് ആൾക്കാരുടെ റെക്കോർഡ്സാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ റെക്കോർഡ്സ് എഴുതുമ്പോൾ നമ്മുടെ എക്സൽ ഷീറ്റിനകത്തുള്ള ആദ്യത്തെ ഷീറ്റ് കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ഈ ഹെഡിങ് ഏറ്റവും മേളിലായി പോവില്ലേ? നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴേക്കും ഈ ആൾക്കാരുടെ ഏജും ഈ കുറേ നമ്പേഴ്സ് മാത്രമേ കാണുള്ളൂ, നമുക്ക് ഹെഡിങ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ നമ്പേഴ്സ് കണ്ടാൽ മനസ്സിലാവോ ഇത് ഏജിനെയാണോ അഡ്രസ്സാണോ ഇൻകം ആണോ ഉദ്ദേശിക്കുന്നതെന്ന്? നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ വലിയ ഷീറ്റുകളിൽ നമ്മുടെ ഹെഡിങ്ങിനെ അവിടെ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ മാത്രം സ്ക്രോൾ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി മൈക്രോസോഫ്റ്റ് തരുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഫ്രീസ് പെയിൻ. ഇതിൽ ഒന്നുകിൽ ചെയ്യാൻ പറ്റുന്നത് മുകളിലുള്ള ഫസ്റ്റ് റോ ആണ്. ഹെഡിങ് എപ്പോഴും ഫസ്റ്റ് റോ ആയിരിക്കും. ആ ഹെഡിങ്ങിനെ ഫ്രീസ് ചെയ്ത് അവിടെ തന്നെ അനക്കാതെ വെക്കുക. പിന്നീട് ചെയ്യാൻ പറ്റുന്നത് ഇടതുവശത്തുള്ള കോളംസ്. ചില സമയങ്ങളിൽ കോളംസിനകത്തും ഹെഡിങ് കാണും. അപ്പോൾ ഈ കോളംസും അനങ്ങാതെ വെക്കുക, ഫസ്റ്റ് കോളം അനങ്ങാതെ വെക്കുക. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അനക്കാതെ വെക്കുക. അപ്പോൾ 3 ഓപ്ഷൻസ് പറഞ്ഞു. റോസ് മാത്രം അനങ്ങാതിരിക്കുക, കോളംസ് മാത്രം അനങ്ങാതിരിക്കുക, ഇല്ലെങ്കിൽ രണ്ടിനെയും അവിടെ ഫ്രീസ് ചെയ്ത് വെക്കുക. ഇതിനെയാണ് നമ്മുടെ ഫ്രീസ് പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ ഐഡിയ? ഈ ഫ്രീസ് പെയിൻ ഇനി നമ്മുടെ 2007 എവിടെയാണ് കാണുന്നത്? വ്യൂ ടാബിനകത്താണ് ഫ്രീസ് പെയിൻ കാണുന്നത്. ഈ പറഞ്ഞ അതേ ഓപ്ഷൻസ് തന്നെയാണ് വ്യൂ ടാബിനകത്തുള്ള ഫ്രീസ് പെയിനിലുമുള്ളത്. ഇനി ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, ഫ്രീസ് പെയിൻ ഇരിക്കുന്ന ഗ്രൂപ്പിൻ്റെ പേര് വിൻഡോ എന്നാണ്. ഈ വിൻഡോ നമ്മുടെ 2003 വിൻഡോ മെനു ആണെങ്കിൽ ഇവിടെ വിൻഡോ പെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. വിൻഡോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിനകത്ത് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ന്യൂ വിൻഡോ, അറേഞ്ച് ഓൾ, ഫ്രീസ് പെയിൻ, സ്പ്ലിറ്റ്, ഹൈഡ്, അൺഹൈഡ്, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഈ വിൻഡോയ്ക്കകത്താണ് കാണുന്ന ഓപ്ഷനാണ് ഫ്രീസ് പെയിൻ. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമാറ്റ് യു ക്യാൻ ഡിസൈഡ് ടു അപ്ലൈ ഓർ നോട്ട് ഇൻ ഓട്ടോ ഫോർമാറ്റ് ഡയലോഗ് ബോക്സ്? ഇത് കേൾക്കുമ്പോൾ അയ്യോ ഞാൻ പഠിച്ചിട്ടില്ലേ എന്നൊരു തോന്നൽ വരും. പക്ഷേ പേടിക്കേണ്ട, ഓട്ടോ ഫോർമാറ്റ് ഡയലോഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമാറ്റ് ഡയലോഗ് ബോക്സ് തന്നെയാണ്. ഫോർമാറ്റ് ഡയലോഗ് ബോക്സിനകത്ത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അത് ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. ഫോർമാറ്റ് സെൽസ് ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഫോർമാറ്റ് ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഓട്ടോ ഫോർമാറ്റ് ഡയലോഗ് ബോക്സ്, ഈ 3 വേർഡും എക്സലിലെ ഒരേ ഡയലോഗ് ബോക്സിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഓട്ടോ ഫോർമാറ്റ് ഡയലോഗ് ബോക്സിനകത്ത് നമ്പർ, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫിൽ, പ്രൊട്ടക്ഷൻ, ഇത്രയും ഗ്രൂപ്പുകളാണുള്ളത്. ഇതിൽ നമ്പർ, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫിൽ, പ്രൊട്ടക്ഷൻ എന്ന് പഠിച്ചു.
ഇതിനകത്തുള്ള 3 എണ്ണമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത്. നമ്പർ ഉണ്ടോ, ബോർഡർ ഉണ്ടോ, ഫോണ്ട് ഉണ്ടോ, ഈ 3 എണ്ണവും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ ഓൾ ഓഫ് ദി എബോ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമാറ്റ് യു ക്യാൻ ഡിസൈഡ് ടു അപ്ലൈ ഓർ നോട്ട് ഇൻ ഓട്ടോ ഫോർമാറ്റ് ഡയലോഗ് ബോക്സ്. ഈ ഓട്ടോ ഫോർമാറ്റ് ഡയലോഗ് ബോക്സിനകത്ത് ഉള്ളത് ഏതൊക്കെ, അത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഏത് ഫോർമാറ്റ്സ് ആണ് നമുക്കതിനകത്ത് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഓപ്ഷൻസ് നമ്പർ ഫോർമാറ്റും ബോർഡർ ഫോർമാറ്റും ഫോണ്ട് ഫോർമാറ്റും ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് ആൻസർ ഓൾ ഓഫ് ദി എബോ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സെറ്റ് 1ഉം 2ഉം ഇന്ന് 3ഉം പഠിച്ചു. ഇനി ചെയ്യാനുള്ളത് ഓരോ ദിവസവും ഈ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 ഇടയ്ക്കൊന്ന് കണ്ടതിന് ശേഷം മാത്രം അടുത്ത സെറ്റിലേക്ക് പോവുക. ജസ്റ്റ് 1 മിനിറ്റെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും ഒരു വട്ടമെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. പറയുന്നതെല്ലാം കേട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ സ്ക്രീനെങ്കിലും ഒന്ന് മനസ്സിൽ പതിയത്തക്ക വിധം എല്ലാ ദിവസവും റിവൈസ് ചെയ്യാൻ നോക്കുക. വീണ്ടും പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു.